ഒറ്റ ചോദ്യത്തിൽ പൂക്കി മുഖ്യന്റെ ചിരി കറുത്തു. പൂക്കി അങ്ങ് മാഞ്ഞിട്ട് ഉള്ളിലെ യഥാർത്ഥ സ്വഭാവം പുറത്തേക്ക് ചാടി. KSRTC ബസ്സിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര എന്നായിരുന്നു ഞങ്ങളുടെ ഇന്ദിരാ ഗ്യാരണ്ടി എന്നുള്ള നിലയ്ക്ക് സതീശൻ ഉൾപ്പെടെ വീട് വീടാന്തരം കയറി പറഞ്ഞത്. എന്നിട്ട് നിന്ന നിൽപ്പിൽ മലക്കം പറഞ്ഞുകൊണ്ട് അത് ഓർഡിനറി ബസ്സുകളിൽ മാത്രം നടപ്പാക്കാനായിട്ട് തീരുമാനിച്ചപ്പോൾ ഇന്ന് ആ ചോദ്യം സ്ട്രെയിറ്റ് ആയിട്ട് സതീശനോട് ഒരു മാധ്യമ പ്രവർത്തകൻ ചോദിച്ചു. സ്വാഭാവികമായിട്ടും ഇന്നലകളിൽ നിങ്ങൾ ജനങ്ങളോട് പറഞ്ഞ വാഗ്ദാനം, ആ വാഗ്ദാനം നടപ്പിലാക്കാതെ നിങ്ങൾ സ്ത്രീകളെ വഞ്ചിക്കുകയല്ലേ എന്ന് ചോദിക്കുകയാണ്. ആ വഞ്ചിക്കുകയല്ലേ എന്ന് ചോദിച്ചപ്പോൾ തൻ്റെ കാപട്യം ജനങ്ങളുടെ ഇടയിലേക്ക് എത്തുമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് സതീശൻ ഉടനടി ആ ചോദ്യം കംപ്ലീറ്റ് ചെയ്യാൻ അനുവദിക്കാതെ കയറി അങ്ങ് ഇടപെടുകയാണ്. ആ ഇടപെടൽ നടത്തിയതിന് ശേഷം അദ്ദേഹം ചോദ്യം ചോദിച്ച മാധ്യമ പ്രവർത്തകരെ കാറ്റഗറൈസ് ചെയ്യാണ്. ഒന്ന് കണ്ടേ. വഞ്ചനല്ല ശരി. കാരണം നിങ്ങൾ ഇന്ദിരാഗാന്ധി പറയുന്ന സമയത്തോ പ്രചാരണം നടത്തുന്ന സമയത്തോ ഇത്തരം കാര്യം പറയില്ല. മാത്രമല്ല താങ്കളടക്കം കേരളത്തിലെ സാമ്പത്തിക അവസ്ഥ നന്നായി പഠിച്ച ആളുകളാണെന്നല്ല പറഞ്ഞു നടന്നിരുന്നത്. അപ്പോൾ ഇത് അന്ന് ഇതേക്കുറിച്ച് ഒരു ചിന്തയില്ലാതാണ്. പ്രത്യേകിച്ച് ഈ മലപ്പുറം ജില്ലയിൽ എല്ലാ ഓർഡിനറി ബസ്സും ടൗൺ ടു ടൗൺ, തിരുവൂർ, മലപ്പുറം, മഞ്ചേരി എല്ലാം. ഇത് 2-3 പ്രാവശ്യം ഇതേ ചോദ്യം തന്നെ 3 പേര് ചോദിച്ചിട്ട് ഞാൻ നല്ല ഭംഗിയായിട്ട് മറുപടി പറഞ്ഞതാണ്. അത് പഠിച്ച് അതിനുള്ള ഓൾട്ടർനേറ്റീവ് സംവിധാനം ഏർപ്പെടുത്തുന്നു. പിന്നെ വഞ്ചന എന്നൊക്കെയുള്ള വാക്ക് ആളുകൾക്ക്, സ്ത്രീകൾക്ക് KSRTCയിൽ സൗജന്യ യാത്ര ഓർഡിനറി ബസ്സുകളിൽ അനുവദിക്കാനുള്ളൊരു സ്കീം 800 കോടി രൂപയോളം വരുന്നൊരു ബാധ്യതയുള്ള ഒരു സ്കീം പ്രഖ്യാപിച്ചിട്ട് വഞ്ചന എന്ന് പറയുകയാണെങ്കിൽ താങ്കൾ പ്രതിനിധാനം ചെയ്യുന്ന സ്ഥാപനത്തിന്റെ അഭിപ്രായമായിട്ട് അത് നാളെ എഴുതിക്കോ, സ്ത്രീകളെ വഞ്ചിച്ചു എന്ന് പറഞ്ഞു. അല്ലാതെ ഞാൻ വേറെ അഭിപ്രായം അതിനെക്കുറിച്ച് പറയുന്നില്ല. പക്ഷെ ആ വാക്ക് ഒന്നുകൂടി ആലോചിക്കും. നിങ്ങൾ മാധ്യമപ്രവർത്തകരല്ലേ. ആ വാക്ക് ഒരു വലിയ പ്രധാനപ്പെട്ട സ്കീം, കേരളത്തിലെ പാവപ്പെട്ട സ്ത്രീകളാണ് ഇതിനകത്ത് യാത്ര ചെയ്യുന്നത് കൂടുതൽ, ബഹുഭൂരിപക്ഷം പേർ. അല്ല, ലെറ്റ് മീ കംപ്ലീറ്റ്. ഞാൻ ഒരു ഉത്തരം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അങ്ങ് ഒരു പ്രസംഗം പോലെ ഒരു ചോദ്യം ചോദിച്ചു. അതിന് ഞാൻ ഉത്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അസ്വസ്ഥരാവല്ലേ. നിങ്ങൾ 3 പേരും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, ഒരേ ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് 3 പേരും. ഇനി വേറെ ആർക്കെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കും. അവരുടെ ചോദ്യത്തിന് ഞാൻ മറുപടി പറഞ്ഞു. കണ്ടല്ലോ, നിങ്ങൾ 3 മാധ്യമ പ്രവർത്തകർ എന്നോട് ഇതിനെക്കുറിച്ച് ചോദിക്കുകയാണ്. കാര്യം നിങ്ങൾ പറഞ്ഞ കാര്യത്തെക്കുറിച്ചും നിങ്ങൾ ഇന്നലകളിൽ ഈ നാട്ടിൽ ജനങ്ങളോട് എന്തൊക്കെയാണ് വാഗ്ദാനം കൊടുത്തത് എന്നതിനെ സംബന്ധിച്ച് സ്പെസിഫിക് ആയിട്ടും ഡയറക്റ്റ് ആയിട്ടും ചോദ്യം ചോദിക്കാതെ പദപ്പീര് ചോദ്യങ്ങളുമായിട്ടും ഞങ്ങൾ ഇറക്കിയ സ്ക്രിപ്റ്റഡ് താരങ്ങൾ അവിടെ ഇരിപ്പുണ്ട്. അവരുടെ ചോദ്യങ്ങളാണ് ഞാൻ കൂടുതൽ പ്രതീക്ഷിച്ചിരിക്കുന്നത്. അങ്ങനെ അല്ലാത്ത ചോദ്യങ്ങൾ വരുമ്പോഴുള്ള അസഹിഷ്ണുതയാണ് കണ്ടത്. ആ ചോദ്യം അങ്ങനെ ചോദിക്കണമോ വേണ്ടയോ? അതിന് കാരണമുണ്ട്. തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ VD സതീശൻ എന്ന വ്യക്തി പ്രതിപക്ഷ നേതാവായിരുന്നു. മുഖ്യമന്ത്രി ആകുന്നതിന് മുന്നോടിയായിട്ടും ഒരു വീട്ടിലെ സ്ത്രീക്ക് മുന്നിൽ അദ്ദേഹം ക്യാമറ ഓൺ ചെയ്ത് വെച്ച് ആ സ്ത്രീകളോട് ചെന്നിട്ട് ഞങ്ങളുടെ ഇന്ദിരാ ഗ്യാരണ്ടി ആയിട്ട് അധികാരത്തിൽ വന്നുടനെ ആദ്യ ക്യാബിനറ്റിൽ എടുക്കാൻ പോകുന്ന തീരുമാനമായി അവതരിപ്പിച്ചതിന്റെ കൂട്ടത്തിൽ KSRTCയെ കുറിച്ച് കൊടുത്ത വാഗ്ദാനം ഒന്ന് കേട്ടെ. വന്നു കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് KSRTC ബസ്സിൽ സൗജന്യ യാത്ര ഫ്രീ. എവിടെ വേണമെങ്കിലും പോവാം. എവിടെ വേണമെങ്കിലും ടൂറ് പോവാം, തീർത്ഥാടനത്തിന് പോവാം, അമ്പലത്തിൽ പോവാം, എവിടെ വേണമെങ്കിലും. കേട്ടല്ലോ, എവിടെയും പോവാം. തീർത്ഥയാത്ര, ടൂർ, അതായത് KSRTCയുടെ പ്രത്യേക ടൂർ ബസ്സുകളൊക്കെ ഇപ്പോൾ ഓടുന്നുണ്ട്, എല്ലാവർക്കും അറിയാം. നിങ്ങൾക്ക് എല്ലാത്തരം യാത്രകളും സ്ത്രീകൾക്ക് നൽകുമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഞങ്ങൾ 800 കോടി, അതായത് മാസം 80 കോടി വെച്ച് മാറ്റുന്നു. ഇങ്ങനെയൊന്നും അല്ലല്ലോ നിങ്ങൾ ആദ്യമേ പറഞ്ഞത്. അത് വരുത്താൻ പോകുന്ന ബാധ്യതയെക്കുറിച്ച് ഒന്നും അറിയാതെ ഈ നാട്ടിലെ ജനങ്ങൾക്ക് സൗജന്യം പ്രഖ്യാപിച്ചാൽ ഉടനടി ചാടി വീഴുന്നവരാണ്. എന്തെങ്കിലും സൗജന്യ കിളുവ ഇട്ടുകൊടുത്താൽ ചാടി വീഴുന്നവരാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ മനോനിലയെ നിങ്ങൾ ചൂഷണം ചെയ്തതല്ലേ. നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ അത് 800 അല്ല 10,000 അല്ലെങ്കിൽ 1000 കോടി ആയാലും ഏറ്റെടുക്കാനുള്ള തണ്ടലുറപ്പാണ് മുഖ്യമന്ത്രിയായിട്ടുള്ള മേനോൻ സതീശൻ കാട്ടേണ്ടത്. അത് ചെയ്യാതെ കണ്ണിൽ പൊടിയിടുന്ന ഒരു പരിപാടിക്ക് തുടക്കമിടുമ്പോൾ നിങ്ങൾ പറഞ്ഞ കാര്യം അങ്ങനെ ആയിരുന്നില്ല, വാഗ്ദാനം പറഞ്ഞതുപോലെ നടപ്പാക്കാതെ സ്ത്രീകളെ വഞ്ചിക്കുകയല്ലേ എന്ന് ചോദിക്കുമ്പോൾ വഞ്ചന എന്നല്ലാതെ മറ്റെന്ത് പേരാണ് അതിൽ പറയാൻ കഴിയുക? ഉടനടി വഞ്ചന എന്ന് പറഞ്ഞോളൂ. മറ്റേ ആദ്യമായിട്ട് ഞങ്ങൾ പറഞ്ഞൊരു ഗ്യാരണ്ടി നടപ്പിലാക്കുന്നത് എന്തോ ഔദാര്യം. അങ്ങനെയല്ല. നിങ്ങൾ ആദ്യ ക്യാബിനറ്റിൽ 21,000 രൂപ ആശാ വർക്കർമാർക്ക് ഞങ്ങൾക്ക് ചെയ്തു തന്ന സമരത്തിന്റെ പ്രത്യുപകാരമായി നൽകുമെന്ന് പറഞ്ഞു. കേവലം 100 കുടുവ കൊടുത്ത് നിങ്ങൾ അവരെ പറ്റിച്ചു. എന്നിട്ട് ബാക്കി പിന്നെ എന്ന് പറയുന്ന വാക്ക് ഇനി ഒരിക്കലും
പരിഗണിക്കാനേ പോകുന്നില്ല. അതുപോലെ KSRTCയിൽ സ്ത്രീകളെല്ലാം സൗജന്യ യാത്രയ്ക്ക് വേണ്ടി തയ്യാറെടുത്ത് സോഷ്യൽ മീഡിയയിലെല്ലാം ആഘോഷിച്ചിട്ട് ഇപ്പോൾ അവരോട് പറയുകയാണ്, നിങ്ങൾക്ക് വെറും ലോക്കൽ ബസ്സിൽ മാത്രമേ ഉള്ളൂ. അത് പല ജില്ലകളിലും ലോക്കൽ ബസ്, അത് പ്രത്യേകിച്ച് മലപ്പുറം പോലുള്ള ജില്ലകളിൽ ലോക്കൽ ബസ്സിന്റെ സർവീസ് കുറവാണ്. തിരുവനന്തപുരത്തുള്ളത് മലപ്പുറത്തില്ല. അപ്പോൾ സ്ത്രീകൾക്ക് എല്ലാവർക്കും ഒരുപോലെ ആനുകൂല്യം കിട്ടാൻ പോകുന്നില്ല. മോഡിഫിക്കേഷൻ ചെയ്യാൻ സൗജന്യം കൊടുക്കാം പൂക്കി സൈനൊക്കെ കാണിച്ചതിന് ശേഷം ഇപ്പോൾ മോഡിഫിക്കേഷൻകാരെല്ലാം കൂടി എടുത്തിട്ട് പൂക്കി വിടുന്നത് നമ്മൾ കാണുന്നതാണ്. അതുപോലെ തന്നെ KSRTCയിലും സ്ത്രീകളെ നല്ല അന്തസ്സായിട്ട് പറഞ്ഞു പറ്റിച്ചിരിക്കുകയാണ്. കേരളത്തിലെ സ്ത്രീകളെന്ന് പറഞ്ഞാൽ സൗജന്യം എന്ന് കേട്ടാൽ ചാടി വീഴുന്നവരും അവരെ സംബന്ധിക്കുന്നിടത്തോളം സൗജന്യം കൊടുത്ത് പറ്റിക്കാമെന്ന് വിചാരിച്ചാൽ വീഴുന്നവരാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നടത്തിയ ഒരു 916 ഉഡായ്പ പദ്ധതിയാണ്. അതിനെ ഇപ്പോൾ കേവലം ഓർഡിനറി ബസ്സുകളിൽ മാത്രം ചുരുക്കാനുള്ള ഈ നീക്കം അത് സ്ത്രീകളോട് കാട്ടുന്ന വഞ്ചനയാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അത് ചോദ്യമായി ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ ഉയർന്നു വരുമ്പോൾ അടിമ മാപ്രകളെ ഇരുത്തി കുളിരുള്ള ചോദ്യവും അല്ലെങ്കിൽ മുൻകൂട്ടി തയ്യാറാക്കിയ ചോദ്യങ്ങളും ചോദിച്ച് സുഖിപ്പിക്കലല്ല വാർത്താ സമ്മേളനമെന്ന് ഇന്നലകളിൽ നിങ്ങളുടെ വാചകങ്ങൾ വെച്ച് മനസ്സിലാക്കിക്കോളൂ. അതുകൊണ്ട് ആ 3 മാധ്യമപ്രവർത്തകർ മാത്രമാണ് നിങ്ങൾക്ക് വിലക്കെടുക്കാൻ പറ്റാതെ അവിടെ വന്നിരിക്കുന്നവർ എന്ന് ബോധ്യപ്പെടുകയാണ്. അതുകൊണ്ടാണ് ഈ 3 മാധ്യമപ്രവർത്തകരുടെ പേര് നിങ്ങൾക്കെടുത്ത് പറയേണ്ടി വന്നത്. നിങ്ങളുടെ സ്ക്രിപ്റ്റിന് വിരുദ്ധമായി അവർ ചോദ്യം ചോദിച്ചു, ഉത്തരം മുട്ടി. അതുകൊണ്ട് ആ ചോദ്യത്തിന് ഞാൻ ഉത്തരം പറഞ്ഞു കഴിഞ്ഞു എന്ന നിലയ്ക്ക് ഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യത്തിൽ ഉത്തരം കൊടുക്കാതെ മുഖ്യമന്ത്രി ഒഴിഞ്ഞു മാറിപ്പോയി.